കുളിർമഴയിൽ ഈറനായി അവൾ നനയും നേരമായി ശബരിയവൾ നിലാപൗർണമി തുടി കൊട്ടി പാടവേ ചെറുചിരിയാലെ നീ വരമേകി കനിയണേ വിഷ്ണുമായയേ. ഈ ദൈവങ്ങളൊക്കെ മുമ്പിലേക്ക് ഇറങ്ങി. ഒരു 5 മിനിറ്റിന്റെ പാട്ട് ലൈവ് പാടുന്ന പോലെ അല്ല. പ്രാക്ടീസ് ചെയ്യുന്നതിന് ഒരു 2-2.5 മാസത്തോളം ഉണ്ട്. അതൊരു 60 പേരടങ്ങുന്ന ടീമില് ഒരു 3-4 മെയിൻ ഗായകരുണ്ടാവും. സ്ലോയിൽ തുടങ്ങി നല്ല സ്പീഡില് തീരും ലൈവ്. മെയിൻ ഘടകമാണ് നമുക്ക് ഇതിന്റെ പാട്ട്, അതിന്റെ ഒരു ജീവൻ തരാന്ന് പറഞ്ഞാൽ അതിന്റെ ഓർക്കസ്ട്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ് പാട്ടുകളും പുള്ളിയാണ് ചെയ്തേക്കണത്. അത് ആർക്കും അറിയില്ല കേട്ടോ. എന്റെ ഇതില് ഏറ്റവും ഒരു ഹിറ്റ് തന്നത് അജേട്ടൻ തന്നെയാണ്. ആടാടമ്മേ ആടാട് അമ്മ ശ്രീഭദ്രകാളി ആടാട് ആടാടമ്മേ ആടാട് അരമണിക്കിലിങ്ങനെ ആടാട്. ഹലോ ആൻഡ് വെൽക്കം ടു എൻഫ്രൈം മീഡിയ. സോ ഇന്ന് നമുക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഗസ്റ്റുകളാണ്. സോ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വിഷ്ണുമാടൻ തന്നെ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഗാനത്തിന്റെ എഴുത്തുകാരും ഒപ്പം തന്നെ പാടിയിരിക്കുന്ന സിംഗർ റൈറ്റ്. അവരുടെ നമുക്ക് വെൽക്കം ചെയ്യാൻ എൻഫ്രൈം മീഡിയയിലേക്ക്. ഹലോ ഗൈസ്, വെൽക്കം. നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ രണ്ടുപേർക്കും? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ ട്രെൻഡിങ്ങിൽ ഇരിക്കുന്നത് വിഷ്ണുമാടൻ തന്നെ ആ ഗാനം. അതെ, അപ്പൊ അത് പാടിയിരിക്കുന്നു, എഴുതിയിരിക്കുന്നു സോനു ആൻഡ് സ്മിത്ത് അല്ലെ. അപ്പൊ ഞാൻ ആരും തുടങ്ങണം എന്നുള്ള സംശയത്തിലാണ് കേട്ടോ. അപ്പൊ ആരും അവിടെ തുടങ്ങാം അല്ലെ? അതിന് തന്നെ പാട്ടുകാരും തുടങ്ങാം. ഓക്കെ, നിരവധി പാട്ടുകൾ പാടിയിട്ടുണ്ട്. സോ ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊറിയോഗ്രാഫറാണ്, ഒപ്പം തന്നെ സിംഗറാണ്, പിന്നെന്താ ഡാൻസർ, എഴുത്തുണ്ട്, കമ്പോസിംഗ് ഉണ്ട്. സൂപ്പർ. അപ്പൊ ഞാൻ വിളിച്ചപ്പോഴേ ചെന്നൈയിലായിരുന്നു എന്ന് പറഞ്ഞു. അതെ, എന്തായിരുന്നു ചെന്നൈയിൽ എന്താ പരിപാടി? അത് പറഞ്ഞപ്പോ ഞാൻ പ്രൊഫഷണലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസറാണ്, കൊറിയോഗ്രാഫറാണ്. സ്വന്തം ഒരു ടീമുണ്ട്, ശ്രേഷ്ഠ എന്ന് പറഞ്ഞിട്ട് ഡാൻസ് അക്കാദമി ഉണ്ട്, സ്വന്തം ടീമാണ്. അപ്പൊ അതിന്റെ വർക്കായിട്ട് തമിഴ്നാട്ടിലെ ഷോയിലായിരുന്നു വിളിച്ചപ്പോ ചെന്നൈയിലായിരുന്നു. വലിയ ഷോസ് ഒക്കെ ചെയ്യുന്നവരാണ്. അതെ, എങ്ങനെയാ നമ്മുടെ സിനിമയുടെ ഒക്കെ ആണോ അല്ലെങ്കിൽ സിനിമയില് കൊറിയോഗ്രാഫറായിട്ടല്ല, ഡാൻസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയില്. പിന്നെ ഫ്ലവേഴ്സ്, അമൃത പോലുള്ള ചാനലുകളിലും അവാർഡ് നൈറ്റ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. തമിഴ് സിനിമയിലാണ് ചെയ്തത്, നമ്മുടെ റംസാന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റി. മലയാളത്തിൽ അത് ഇറങ്ങിയിട്ടില്ല, മലയാളത്തിലും ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതില് റംസാൻ തന്നെയായിരുന്നു, തമിഴിലെ റംസാൻ തന്നെയായിരുന്നു. അതിപ്പോ ഇറങ്ങാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, ഇത്തിരി ടഫാ. പിന്നെ അടുത്ത് തന്നെ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡാൻസേഴ്സ് ഒന്നും ഇല്ല, ചുരുക്കം. അതില് ഒരാളായിട്ട് കൂടെ തന്നെ ഉണ്ട്. അതെ, തൃശ്ശൂർ മാള. അതെ, എന്റെ വീട് ചാലക്കുടി. അപ്പൊ ഇത് അടുത്തടുത്ത് നിങ്ങളെങ്ങനെ പണ്ടനാല് സുഹൃത്തുക്കളാണോ അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് പാട്ടിലൂടെയും പറഞ്ഞ എഴുത്തിലൂടെയൊക്കെ സുഹൃത്തുക്കളായവരാണോ? ബന്ധം പാട്ടിലൂടെ തന്നെ തുടങ്ങിയ ബന്ധം ഒരു 8 വർഷമായി തോന്നുന്നു. ഈ ഓണങ്ങളെയും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പാട്ടിലൂടെ തന്നെയാണ് ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞു ഓണക്കളി എന്ന് പറഞ്ഞു. നാടിന്റെ ഒരു കളിയാണ് ഓണക്കളി. ഓണക്കളിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല, വർഷങ്ങളുടെ ഒരു പാരമ്പര്യം തന്നെ ഓണക്കളിക്കുണ്ട്. അപ്പൊ അവിടെ തൊട്ട് തുടങ്ങി അല്ലെ? എങ്ങനെയാ ഓണക്കളിയിലേക്ക് രണ്ടുപേരും കൂടി എത്തുന്നത്? എങ്ങനെയായിരുന്നു ഓണക്കളിയിൽ ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു 14-15 വർഷത്തോളമായിട്ടുണ്ട്. ഓണക്കളി മേഖലയിലേക്ക് വന്നിട്ട് പാട്ടുപാടി കളിച്ച് ആ ഒരു ഇതിൽ തന്നെ ഞാൻ വന്നത്. ഞാനിതിപ്പോ നിലവിൽ ഈ വരുന്ന കൊല്ലം ആക്റ്റീവായിട്ട് 3ാമത്തെ വർഷം ഓണക്കളിയിൽ. അതിൻ്റെ ഇടയിൽ കുറെ പാട്ടുകൾ എഴുതാനും പാടാനൊക്കെ ആയിട്ട് അങ്ങനെ പറ്റി. അത്രയും എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുള്ള പരിപാടികൾ. അങ്ങനെ ഓണക്കളിയെ കുറിച്ച് ചോദിക്കട്ടെ. ഇപ്പൊ ഓണക്കളി എന്ന് പറയുമ്പോ ഇപ്പൊ പുതിയ ട്രെൻഡിങ്ങിൽ ഇരിക്കുന്ന കൈകൊട്ടികളിയൊക്കെ ഉണ്ടല്ലോ, അതൊരിക്കലും ഓണക്കളിയായിട്ട് ബന്ധം വരുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥയുണ്ട്. പക്ഷെ ഓണക്കളി എന്ന് പറയുമ്പോൾ പക്ഷെ പഴയ ഒരു രീതി പാടി വരുന്നൊരു സംഭവമാണല്ലോ. അല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ?
തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരു 5 മിനിറ്റിന്റെ പാട്ട് ലൈവ് പാടുന്ന പോലെ അല്ല. നമ്മള് പ്രാക്ടീസ് ചെയ്യണതിന് ഒരു 2-2.5 മാസത്തോളം ഉണ്ട്. അതൊരു 60 പേരടങ്ങുന്ന ടീമില് ഒരു 3-4 മെയിൻ ഗായകരുണ്ടാവും. ബാക്കി ഒരു 50-55ഓളം ബാക്കി കളിക്കാരും ഉണ്ടാവും. ഇത് ലൈവാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതാണ് ഈ കൈകൊട്ടികളി എന്ന് പറയുന്നതിനുള്ളൊരു വ്യത്യാസം. അവര് റെക്കോർഡിക്ക് വെച്ചിട്ട് അത് ചെയ്യണതല്ലേ. നമ്മള് ലൈവ് പാടി കളിക്കുകയാണ്. പാട്ട് ഒരു 20 മിനിറ്റ്, അരമണിക്കൂർ ഇത്രയൊക്കെ ഉണ്ട്. 3/4 മണിക്കൂർ വരെയുള്ള പാട്ടുകളുണ്ട്. നമുക്ക് ഈ ബുക്കൊന്നും വെച്ച് പാടാനായിട്ട് പറ്റില്ല. പഠിച്ചിട്ടാണ് പാടുന്നത് മത്സരങ്ങള്. ശരിക്കും അതൊരു കഥ പോലെ പോകുന്നുണ്ട്. രാമായണം കഥാഭാഗങ്ങള് നമ്മൾ അങ്ങനെ പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു കളിക്കുന്നവര് അതനുസരിച്ചുള്ള സ്റ്റെപ്പുകൾ ചെയ്തിട്ട് ചുവടുകള് അതിനനുസരിച്ച് ചെയ്യണം. ഈ ചുവടുകൾക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ടോ? നിങ്ങൾ പേരുകളുണ്ടോ ചുവടുകൾക്ക്? ഉണ്ട്. നമുക്കിപ്പോ തുടക്കം തന്നെ പറയുന്നത് ചെമ്പട എന്ന് പറയും. അത് പഠിച്ചിട്ടേ അടുത്ത ചുവടുകൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് പഠിച്ചാൽ അതാണ് അതിന്റെ ബേസ്. ചെമ്പട എന്ന് പറയും. അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. പറഞ്ഞ നമ്മുടെ ഗണപതിക്ക് ആദ്യം പാട്ടുണ്ടോ? ചെമ്പടക്ക് പാട്ടൊന്നുമല്ല, നമുക്ക് ചെമ്പട ഒരു 7 മൂവ്മെന്റ് ആണ്. അതെ, കാലിന്റെ ഒരു 7 മൂവ്മെന്റ് ആണ് കാലിന്റെ. അത് പഠിച്ചാലേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്നാണ് നമുക്ക് ചുവടുകൾ ഉണ്ടാക്കുന്നത്. അത് വെച്ചല്ല നമ്മൾ കളിക്കണത്. എന്നാൽ അതിൽ നിന്നാണ് നമ്മൾ അതിന്റെ ബേസ് അതാണ്. അതിൽ നിന്നാണ് നമ്മൾ ചുവടുകൾ ഉണ്ടാക്കുന്നത്. ചെമ്പടയിൽ അതാണ് അതിന്റെ ചുവട്. ചുവടിന്ന് തിരിച്ച് വീണ്ടും ചെമ്പടയിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചുവടിലേക്ക് പോകണം. ഞാൻ ചെമ്പട വെച്ചിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും വലിയൊരു കലാരൂപമാണ്. നമ്മുടെ തൃശ്ശൂർ ഏരിയയില് ആണിത് ഇങ്ങനെ നിക്കണത്. പിന്നെ നമ്മുടെ പാട്ടുകളൊക്കെ ഈ ഓണക്കളി പാട്ടുകളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ കൈക്കുട്ടികളിൽ കളിക്കുന്നത്. നമ്മള് വർക്ക് ചെയ്തതിന് ശേഷം ഇറങ്ങണ ഔട്ടില്ലേ, ആ പാട്ടുകളാണ് അവരെടുത്ത് കളിക്കണേ. അങ്ങനെ അപ്പൊ നമ്മളിത് ലൈവായിട്ടാണ് പാടുന്ന പരിപാടിക്ക്. പിന്നെ നമ്മളിങ്ങനെ ഓൾറെഡി യൂട്യൂബേഴ്സിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ചാനലിന് വേണ്ടിയിട്ട് നമ്മള് വർക്ക് അത് ചെയ്യണു. അങ്ങനെയാണ് ആ പാട്ടുകളാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പാട്ടുകൾ. വിഷ്ണുമഠം പോലെ തന്നെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ തന്നെ അങ്ങനെ കുറച്ച് പാട്ടുകൾ അങ്ങനെ കയറി വരുന്നുണ്ട്. കൈകുട്ടികൾക്കാരെടുത്ത് കളിക്കുന്നുണ്ട്. ഓണം ഇനിയിപ്പോ വരാനിരിക്കുകയാണ്. പുതിയ മത്സരങ്ങൾ ഉണ്ടായിരിക്കും ഓണക്കളിയില്. അതെ. ഇതിപ്പോ സീസൺ തുടങ്ങാൻ പോകുന്നത് നമുക്കൊരു 27-ാം തീയതി, അതായത് അടുത്ത മാസം 27-ാം തീയതി മുതൽ നമ്മുടെ മത്സരങ്ങൾ തുടങ്ങും. അത് ഒരു സെപ്റ്റംബറിലെ ഏകദേശം വിജയദശമി കഴിയണ വരെയാണ് ഞങ്ങളുടെ സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു ടൈം വരെ. ഇത് ഓണക്കളിന്ന് ഒരു സീസൺ ആണോ? സീസൺ മാത്രമാണ്. അങ്ങനെയല്ല, അവർക്ക് സീസണൊന്നുമില്ല. അവർക്ക് ഉത്സവങ്ങളിൽ ഇവരൊക്കെ ഇങ്ങനെ പ്രോഗ്രാം, ഇപ്പൊ ഈ ഡാൻസ് പ്രോഗ്രാം പോലെ തന്നെ അവര് പ്രോഗ്രാമുകൾ ഇഷ്ടം പോലെ. നമുക്ക് ഈ ഒരു സീസൺ അത് കഴിഞ്ഞു. ഈ കൈകൊട്ടികളിക്ക് അവര് ക്യാഷ് ഒക്കെ വാങ്ങിക്കുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഓണക്കളിക്ക് എങ്ങനെയായി? നമ്മളും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു നിശ്ചിത ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടിനാണ് പോണത്. പിന്നെ മത്സരത്തിന് അവിടെ സ്ഥാനത്തിന് ഓരോ ഇത് കൊടുക്കണമെന്നുള്ളൂ. 1, 2, 3 ആ ട്രോഫി പോലെ നമ്മള് അങ്ങനെ കൊടുക്കണമെന്നുള്ളൂ. നമ്മളൊരു നിശ്ചിത എമൗണ്ട് പറഞ്ഞിട്ടാണ് കളിക്കാൻ പോണത് എഗ്രിമെന്റില്. അങ്ങനെയാണ് ചെയ്യണത്. നമ്മുടെ ഈ സീസണിന്റെ ടൈം പീരീഡ് ഭയങ്കര കുറവായിരിക്കും. അവർക്ക് പിന്നീട് ഞങ്ങളുടെ കഴിഞ്ഞാലും പിന്നീട് അല്ലല്ല, അത് ആദ്യം ഒരു സ്ലോയില് തുടങ്ങി നല്ല സ്പീഡില് തീരും ലൈവ്. പാട്ട് സ്പീഡാവും. നമ്മ പാട്ടില് ഒന്ന് പതുക്കെ തുടങ്ങി ലാസ്റ്റിൽ എത്തുമ്പോ നല്ല സ്പീഡില് പാടിത്തീരും. അത്രയുണ്ട്. ഒരാളിത് സെൻട്രൽ മെയിൻ പാടാനുണ്ടാവും. ബാക്കി എല്ലാവരും പാടിയാണ് കളിക്കണേ. സ്മിത്തിന്റെ പാട്ടുകൾ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. സ്മിത്ത് ഇപ്പൊ പാടിയിരിക്കുന്ന ഓണക്കളി പാട്ടില് ഏതെങ്കിലും പാട്ട് പാടിയതാ പാടാം. ഇപ്പൊ കൈകുട്ടികളിക്കാരുടെ കാര്യം പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴേ അവരും കൂടി ഏറ്റെടുത്ത ഇപ്പൊ അത്യാവശ്യം ഒന്ന് റീച്ച് ആയിട്ടേക്കണ ഒരു പാട്ടുണ്ട്. ഓണക്കളി പാട്ട് തന്നെ ഞാൻ പാടിയ പാട്ട് സോനു എഴുതിയേക്കണത്. അത് കുളിർമഴയിൽ എന്ന് പറഞ്ഞിട്ട് അതിന്റെ മ്യൂസിക് ഞാൻ പാടിയത് ഞാൻ എഴുത്ത് സോനു. അങ്ങനെ ഒരു കോമ്പോ ഞങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. അത് സത്യമാണ്. അത് ഈ ആരെഴുതി ആര് ചെയ്തു ഇത് ഇപ്പോഴും പലർക്കും അറിയില്ല.
അതിങ്ങനെ ഇങ്ങനെയുള്ള ഒരു സംസാരത്തിലൂടെയൊക്കെയാണ് നമുക്ക് അടുത്തറിയാൻ പറ്റുന്നത് അറിയുന്നത്. ഇതിന്റെ ഗായകരാരാണ്, എഴുതിയത് ആരാണെന്ന് അതെ തോന്നുന്നു, അതെ അല്ലേ? അതെ അതെ അതെ. ഭയങ്കര ഒരു കഷ്ടം തന്നെയാണോ? അല്ല, എന്റെ മുന്നിലിരിക്കുന്ന ഈ രണ്ട് വ്യക്തികൾ ഒരുപാട് നല്ല പാട്ടുകൾ എഴുതുകയും പാടുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഞാനിപ്പോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ചഞ്ചല മോഹനമിഴിയഴക് ഒരു കുഞ്ചല മധുവേണീലഴക് വെണ്ണില ഒളി പോലവൾ മെഴുക് വന്നച്ചോലയിൽ കാൽ കഴുകേ തിരുനെറ്റിയിൽ തൊടു കൈവിരൽ അണിഞ്ഞതല്ലേ ഹരിചന്ദനം കുളിമഴയിൽ ഈറനായി അവൾ നനയും നേരമായി ശബരിയവൾ നിലാപൗർണമി. നിർത്താൻ പറയുന്നൊന്നുമില്ല. നമുക്ക് എഴുതാനിലേക്ക് വരാം. എപ്പോ മുതൽ എഴുതാൻ തുടങ്ങി? എത്ര വയസ്സ് മുതൽ പാട്ടുകളൊക്കെ എഴുതാൻ തുടങ്ങി? ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കവിതാ രചനയ്ക്കും കഥാരചനയ്ക്കും ഒക്കെ അവിടുന്ന് ക്ലാസ്സിൽ നിന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പ്രൈസ് ഒക്കെ കിട്ടാറുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അപ്പൊ അങ്ങനെ തുടങ്ങിയതാ. പിന്നീട് ഓണക്കളിയൊക്കെ ജസ്റ്റ് ഈ രാമായണം പരിപാടിയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള സാധനങ്ങളൊക്കെ നാടൻ കലാരൂപങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന അല്ല, നാടൻ കലാരൂപമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഇഷ്ടം ഈ രാമായണം മഹാഭാരതം അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള മിത്തോളജിക്കലായിട്ടുള്ള ആ ഒരു പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നീട് ആ സാധനം മാത്രം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കലാരൂപം കണ്ടേക്കുന്നത് ഓണക്കളി മാത്രമേ ഉള്ളൂ. പിന്നെ ചിന്തുപാട്ട് ആ രണ്ട് പരിപാടി മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ. അപ്പോ അതില് അപ്പൊ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു കൗതുകം. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മള് വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് ഇവരുടെ പാട്ടുകൾ കേൾക്കണം. അതായത് ചെറുപ്പത്തിലാണ് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണക്കളിയുടെ ഒരു ബേസ് ആദ്യമായിട്ട് കണ്ടപ്പോ അപ്പൊ സംഭവം നമ്മൾ അത്ര നാളും രാമനൊക്കെ തന്നെയാണ് മെയിൻ എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഓണക്കളിയിലേക്ക് വരുമ്പോ അത് വേറൊരാൾക്കാരുടെ ഭാഗത്തുനിന്ന് വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് പാട്ടുകൾ ചെയ്യാതെ പാടാന്നൊക്കെ പറഞ്ഞപ്പോ അത് വേറൊരു പുതിയൊരു സംഭവമായിരുന്നു. അപ്പൊ അങ്ങനെ അത് ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ചെറിയ രീതിയിലൊക്കെ അങ്ങനെ പാട്ടുകൾ ചെയ്ത് പാടിയൊക്കെ നോക്കി അങ്ങനെയൊക്കെ തുടങ്ങി. ആദ്യമായിട്ട് ഞാൻ യുവതാരയിലാണ് അരങ്ങേറുന്നത്. അപ്പൊ അരങ്ങേറുന്നത് ഒരു പാട്ട് പാടിയിട്ടാണ്. ആ പാട്ടാണ് ഞാൻ ഓണക്കളിയിൽ ആദ്യമായിട്ട് ഒരു വേദിയിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എഴുതിയ പാട്ട് ഒരു അന്തിമാനത്തിൽ അമ്പിളിയോ എന്ന് പറയുന്ന ഒരു പാട്ട്. അങ്ങനെ ഏത് ആദ്യം ഓണക്കളി പാട്ടാണ്. അല്ല, ഞാൻ അവതരിപ്പിച്ച പാട്ട് പാടിയപ്പോ എന്റെ പാട്ടാണ്. ഓണക്കളി മാത്രല്ല, ആള് ആൽബം സോങ് ഒക്കെ ഓണക്കളിയില് സോന് വന്നിട്ട് ഇപ്പൊ ഈ 3 വർഷമായിട്ടുള്ളൂ. അതിക്ക് മുന്നേ ഹിറ്റുകള് ആളുകളുണ്ട്. അപ്പൊ എഴുതി കൊടുത്തത് ആൽബംസിനെയാണോ? ഒരു വെള്ളാരങ്കണ്ണ എഴുതി എന്ന് പറഞ്ഞ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അത്യാവശ്യം അത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പാടിയതാണ്. ഞാൻ തന്നെ എഴുതിയതാണ്. പിന്നെ ഒരു ദൂരെ തേര് ഉയർന്നു എന്ന് പറഞ്ഞിട്ട് പാട്ട് കേട്ടില്ല, ഈ കൈകൊട്ടികൾ, അത് ഞാൻ ചെയ്ത പാട്ടാണ്. പിന്നെ വൻപട പോരിനിറങ്ങിയടാന്നൊക്കെ പറഞ്ഞ് പാട്ടുകൾ ഇവര് കളിക്കുന്നുണ്ട്. ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത് എഴുതിയ പാട്ടാണ്. അങ്ങനെ ഇനിയിപ്പോ ഞങ്ങൾക്ക് ഒരു പുതിയ ഒരു ദേവർമഠം, വൈറ്റിലുള്ള ഒരു ദേവർമഠം, നമ്മുടെ വിഷ്ണുമഠം തമ്പുരാനുള്ള ആൽബത്തിനെ കണ്ടിട്ട് അത് അപ്പൊ ഇപ്പോ അങ്ങനെ ദേവർമഠം വൈറ്റില എന്ന് പറഞ്ഞിട്ട് വൈറ്റിലുള്ള ദേവർമഠം വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിന് വേണ്ടിട്ട് ഒരു പാട്ട് ചെയ്യാനുള്ള പണിപ്പുരയിലാണ്. വിഷ്ണുമഠം പോലെ തന്നെ അതും എല്ലാവരും ഏറ്റെടുക്കുന്നു. അതേപോലെ ഒരു മെയിൻ ഘടകമാണ് നമുക്ക് ഇതിന്റെ പാട്ട്, അതിന്റെ ഒരു ജീവൻ തരാന്ന് പറഞ്ഞാൽ അതിന്റെ ഓർക്കസ്ട്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഞങ്ങള് മ്യൂസിക് ഞാൻ ചെയ്താൽ അതിന്റെ ഓർക്കസ്ട്ര ചെയ്യണമല്ലോ സ്റ്റുഡിയോയില്. ഇതിപ്പോ ഞാനും ഇവനും ഒരു കോമ്പോ പോലെ ഇത് ചെയ്തു വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളില് വലിയൊരാളാണ് നമ്മുടെ ചാലക്കുടിയിലെ അജി.
അജി ഡെൻഡ്രോ സ്റ്റുഡിയോ സ്റ്റുഡിയോ എന്ന് പറയും. Okay, ആ. അവിടെയാണ് ഇപ്പൊ ഇറങ്ങിയേക്കണം എല്ലാ മിക്ക ഹിറ്റ് പാട്ടുകളും പുള്ളിയാണ് ചെയ്തേക്കണത്. അത് ആർക്കും അറിയില്ല കേട്ടോ. ഇതൊക്കെ പറയാനുള്ള ഒരു അവസരമായിട്ട് നമ്മളിത് കാണുന്നത്. അതിപ്പോ നമ്മളിപ്പോ സംസാരിക്കുമ്പോ ആ പാട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കരിങ്കാളിയല്ലേ, അതിൽ ഓർക്കസ്ട്ര ചെയ്തത് ആളാണ് അജയണ്ണാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് കരിനീലി കാവാണ് അത് ചെയ്ത ആളാണ്. മൈഥിലി പെണ്ണിന് അത് ചെയ്ത ആളാണ്. ഇപ്പൊ സോനു എഴുതിയിട്ടുള്ള ആ പാട്ട് ഹിറ്റാണ്. ദൂരത്തേരുയർന്ന് ആ പാട്ടും ചെയ്ത അങ്ങനെ ഒട്ടനവധി ഗാനങ്ങൾ. ഇപ്പൊ ഈ വിഷ്ണുമഠം എന്നെ പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എന്റെ ഇതില് ഏറ്റവും ഒരു ഹിറ്റ് തന്നത് അജയേട്ടൻ തന്നെയാ. അപ്പൊ ഈ നേരത്തെ ഞാൻ പാടിയ കുളിർമഴയില് ആ പാട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്തത് അജയേട്ടനാണ്. വിഷ്ണുമഠം തമ്പുരാൻ ഓർക്കസ്ട്ര ചെയ്തത് അജയേട്ടനാണ്. ഇപ്പൊ പറഞ്ഞ ഇനി ഇറങ്ങാൻ പോണ ആ പാട്ട് ചെയ്യാൻ പോണതും അതിന്റെ മ്യൂസിക് അജയേട്ടനാണ്. മ്യൂസിക് അജയേട്ടൻ, എഴുതിയത് സോനു. ആ ഒരു കൂട്ടായിട്ട് തന്നെ ഞാൻ പാടണം. അങ്ങനെ ഒരു കൂട്ടായിട്ട് തന്നെ വീണ്ടും മാത്രമല്ല അതിലേക്ക് സംഗീതം നമുക്ക് അതിന്റെ ആ ഒരു ഫീൽ കിട്ടുന്നത് അതും കൂടിയാവും. ശരിയാണ്. അത് പുതിയത് വിഷ്ണുമഠം തന്നെയല്ലേ ഏറ്റവും ട്രെൻഡിംഗിൽ നിൽക്കുന്നത്? അതാണ്. അതായത് നമ്മുടെ സോനു എഴുതി, അതെ, നമ്മുടെ ഒരു കൂട്ടുകെട്ടിലുള്ളതിൽ ഇപ്പൊ നിലവിലുള്ളത്. പാടിയത് നമുക്ക് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ പാട്ട്. വിഷ്ണുമഠം തന്നിൽ വിളങ്ങും മണിക്കൂറുവടി കിലുകിലുക്കും മായേ ഭഗവാനേ. വിഷ്ണുമഠം തന്നിൽ വിളങ്ങും മണിക്കൂറുവടി കിലുകിലുക്കും മായേ ഭഗവാനേ. പൊന്നുണ്ണി തമ്പുരാനിൽ മനം നൽകി ഇളമേനിയെ താണു വണങ്ങി നിലവിളക്കിൻ പ്രഭ ചൂടി ഭഗവാനുടെ പൂമുഖ ഭംഗി ഉരുകും മനമോടെ വിളിച്ചാൽ അരികിൽ അണയുന്നെൻ തമ്പുരാനേ ഭഗവാനേ. ഒരു പോത്തിൻ കുളമ്പടിക്കൊത്ത് വടിചേരിൽ കിലുക്കിയിട്ടുന്ന് വായേ എൻ വായേ. തുടി കൊട്ടിപ്പാടവേ ചെറുചിരിയാലെ നീ വരമേകി കനിയണേ വിഷ്ണുമായയേ. വിഷ്ണുമഠം തന്നിൽ വിളങ്ങും മണിക്കൂറുവടി കിലുകിലുക്കും മായേ ഭഗവാനേ. എന്താ പറയുക, ശരിക്കും ഇതിലേക്ക് എത്താൻ ഒരു സാഹചര്യം എന്തായിരുന്നു ഈ ഒരു പാട്ട് എഴുതാൻ ഇത്? അത് എന്റെ ഞാൻ എനിക്ക് മുന്നേ ഒരു ദേവിയുടെ പാട്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഓരോന്നിനും ഓരോ വഴികളുണ്ട്. ആ ദേവിയുടെ പാട്ട് ഇതേപോലെ തന്നെ വിഷ്ണുമഠം എന്ന് പറഞ്ഞ ഒരു അമ്പലം, അത് പുത്തൻവേലിക്കര, എറണാകുളം ജില്ലയിൽ തന്നെ പുത്തൻവേലിക്കര. അവിടുത്തെ ശാന്തി കണ്ടിട്ട് ആൾക്ക് ഇഷ്ടമായിട്ട് എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് സ്വാമിയുടെ ഒരു പാട്ട് ചെയ്യണം. വിളിച്ചു, എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ചെയ്തു. അതെ, നമുക്ക് എഴുത്തിൽ നമുക്ക് പേടിക്കാനില്ല, പാടുണ്ട്. അപ്പൊ കമ്പോസ് എന്ന് പറഞ്ഞു 2 ദിവസം കൊണ്ട് ഞാൻ കമ്പോസ് ചെയ്തു, മ്യൂസിക് ചെയ്തു. സോനുനെ വിളിച്ച് പറഞ്ഞു, സോനു എനിക്ക് അതിന് എഴുതി തന്നു, ഒരടി എഴുതി തന്നു. ഞാൻ ആ പാടി കേൾപ്പിച്ചു, ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. എത്രയും പെട്ടെന്ന് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ പാട്ട് പെട്ടെന്ന് ചെയ്തതാ, ഭയങ്കര പെട്ടെന്ന് ചെയ്തതാ പാട്ട്. വളരെ പെട്ടെന്ന് ചെയ്തതാ. അത് ചില കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഇറക്കിയ വീഡിയോ ആയിട്ടുള്ള ജസ്റ്റ് ഒരു പോസ്റ്റർ വീഡിയോ ഒന്നും ആക്കിയിട്ടില്ല, അതിന്റെ വീഡിയോ ചെയ്തില്ല. ഞാൻ അതിന്റെ വീഡിയോ കാണുന്നത് പാടുന്നതാണ്. അതെ, അല്ലാണ്ട് വേറെ വീഡിയോ വേർഷൻ ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും ആ പാട്ട് ഇത്രയും ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയുമ്പോ സന്തോഷം, വളരെ സന്തോഷം. നമുക്ക് ബാക്കോട്ട് സഞ്ചരിക്കാം. പാട്ട് പാടിയെന്ന് പറഞ്ഞു. അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യം കുറച്ചും കൂടി അറിയാനുണ്ട്. എന്നാ യൂട്യൂബിലൊക്കെ നല്ലോണം വ്യൂസ് ഉള്ള ഒരു പാട്ട് തന്നെയാ അത്. മുരിയാടുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അശ്വിനും ഞാനും കൂടിയാ പാടിയേക്കണേ. അത് ഞാൻ തന്നെ എഴുതിയേക്കണേ, ഞാൻ തന്നെയാണ് ട്യൂൺ ചെയ്തത്. അജയണ്ണാണ് അതിന്റെയും ഓർക്കസ്ട്ര ചെയ്തേക്കണത്.
അത് ഇതാണ് പാട്ട്. ആടാടമ്മേ ആടാട് അമ്മ ശ്രീഭദ്രകാളി ആടാട്, ആടാടമ്മേ ആടാട് അരമണിക്കിലുങ്ങനെ ആടാട്, ആടാടമ്മേ ആടാട് അമ്മ ശ്രീഭദ്രകാളി ആടാട്, ആടാടമ്മേ ആടാട് അരമണിക്കിലുങ്ങനെ ആടാട്. പാട്ട്. ഈ ദൈവങ്ങളൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങി ഒരു അല്ല ദൈവങ്ങളുടെ അനുഗ്രഹം. അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അയ്യോ അത് ഭയങ്കര രസമാണ് ശരിക്കും പറഞ്ഞാൽ. പലരും അറിയാതെ പോകുന്നുണ്ട് കേട്ടോ. പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മ്യൂസിക് ആണെങ്കിലും എഴുതിയതാരാണെന്ന് പാടിയതാരാണെന്നും അങ്ങനെ ഇപ്പൊ കുറച്ച് പേരൊക്കെ ഏകദേശം ഇങ്ങനെ ഇന്റർവ്യൂകളൊക്കെ അറിഞ്ഞു വരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മള് കൈക്കുട്ടികളിൽ ഇതൊക്കെ കേട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ബാക്കിൽ നിന്ന് ക്ലാസ് ആരാണെന്ന് പോകണം.